വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളിൽ 80% ആളുകൾക്കും, ഞാൻ ഉൾപ്പെടെ 80% ആളുകൾക്കും ഉണ്ടായ ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പലർക്കും നമ്മളുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളിലും വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൂടുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആ ഹോർമോൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുമ്പോഴേക്കും ഒരുപാട് പ്രോസസ്സ് അവിടെ സ്ലോ ഡൗൺ ആവാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഡൈജഷൻ സ്ലോ ആകും, അതുപോലെ നമ്മുടെ യൂറിനേഷന്റെ ഒരു പ്രോസസ്സും അവിടെ സ്ലോ ആകും. ഇതിന്റെ ഭാഗമായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ യൂറിനറി ഇൻഫെക്ഷൻ എന്നുള്ളത്. നമ്മുടെ മൂത്രം പോകുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകൾക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും പ്രഗ്നന്റ് ആണെങ്കിലും പ്രഗ്നന്റ് അല്ലെങ്കിലും പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് യൂറിനറി ഇൻഫെക്ഷൻ കൂടാനായിട്ടുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കൂടുമ്പോഴേക്കും ഇതിന്റെ പ്രവർത്തനം നമ്മുടെ യൂറിനേഷന്റെ ആ ഒരു പ്രവർത്തനം കൂടി സ്ലോ ഡൗൺ ആക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂറിൻ പോകുന്നതിന്റെ അളവിൽ വ്യത്യാസം വരികയും നമ്മുടെ യൂറിനറി ബ്ലാഡറിന് ഒരു പ്രഷർ വരികയും ചെയ്യുന്നു. ഈ പ്രഷർ നോർമലായിട്ട് നമ്മുടെ ആ ഒരു ഏരിയ, നമ്മുടെ യൂട്രസിന്റെ ഏരിയയും അതുപോലെ നമ്മുടെ പെൽവിക്കിന്റെ ഏരിയയും ഒക്കെ സ്ട്രെച്ച് ആകുമ്പോഴേക്കും നമുക്കൊരു പ്രഷർ അനുഭവപ്പെടാറുണ്ട്. ഈ പ്രഷറിന്റെ ഭാഗമായിട്ട് പലർക്കും യൂറിനേറ്റ് ചെയ്യുമ്പോഴേക്കും അടിവയറിലെ വേദന അനുഭവപ്പെടാറുണ്ട്. ചിലവർക്കെന്നൊക്കെ എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് മൂത്രം ഒഴിക്കുമ്പോഴേക്കും പുകച്ചിലുണ്ടാവുക, അല്ലെങ്കിൽ മൂത്രം പോകുന്ന ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാവുക. മൂത്രം പോകുന്നത് ചെറിയൊരു ഹോളിലൂടെയാണല്ലോ. ഈ ഹോളിലും നമുക്ക് തൊടുമ്പോഴേക്കും ഭയങ്കര ഒരു വീക്കം പോലെ നമുക്ക് വേദന അനുഭവപ്പെടുക. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ പലർക്കും കണ്ടുവരാറുണ്ട്. മൂത്രം പോകുന്നതിന്റെ ക്വാണ്ടിറ്റി കുറയുകയും ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ പലർക്കും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വരുന്നത് കൊണ്ട് പലർക്കും തന്നെ ഏർലി പ്രഗ്നൻസി ലക്ഷണമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഏർലി പ്രഗ്നൻസിയിൽ ഉണ്ടായില്ലെങ്കിലും സെക്കൻഡ് ട്രൈമസ്റ്ററും അതുപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററും അടുക്കുന്ന സമയത്ത് പലർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എനിക്കൊരു തേർഡ് ട്രൈമസ്റ്ററിലെ ആ ഒരു യൂറിൻ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലർക്കും ഇനിയൊരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും, അത് ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിലും പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. യൂറിനേറ്റ് ചെയ്യുമ്പോൾ പുകച്ചിലും അതുപോലെ നീറ്റൽ അതുപോലെ യൂറിൻ പോകുന്ന അളവ് കുറയുക, ഫ്രീക്വന്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഡൻസി ഉണ്ടാവുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴേക്കും ആദ്യം നിങ്ങൾ വെള്ളം കുടിച്ചു നോക്കുക. 2-3 ദിവസം നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചു നോക്കുക. അങ്ങനെ കുടിച്ചിട്ടും നിങ്ങൾക്കത് ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഒറ്റമൂലികളൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുൻപ് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണണം. അവർ തരുന്ന ആന്റിബയോട്ടിക്സ് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ആ കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ വെള്ളം മാത്രം കുടിച്ച് ആ പുകച്ചിൽ സഹിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഇൻഫെക്ഷൻ കിഡ്നിയിലോട്ട് വ്യാപിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏർലി പ്രഗ്നൻസി സമയത്തും മറ്റുള്ള സമയങ്ങളിലുമൊക്കെ ഈ ഇൻഫെക്ഷൻ കിഡ്നിയിലോട്ട് ബാധിച്ചു കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിനും അത് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ഓവറോൾ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്കും ഇത് സാരമായി തന്നെ ബാധിക്കും കേട്ടോ. രണ്ടാമതായി ഉണ്ടാവുന്ന ലക്ഷണം നമ്മുടെ അബ്ഡോമൻ ഭാഗത്തുണ്ടാകുന്ന വയറിലുണ്ടാകുന്ന ഒരു കൊളുത്തിപ്പിടുത്തമാണ്. വയറിൽ നമുക്ക് പലതരത്തിലുള്ള ഒരു സെൻസേഷൻ ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. വയറൊന്ന് തുടിക്കുന്ന പോലെ തോന്നും, വയറൊന്ന് കൊളുത്തി പിടിക്കുന്നത് പോലെ തോന്നും, വയറൊന്ന് വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നും. ഈ 3 ലക്ഷണങ്ങൾ നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ലക്ഷണങ്ങളാകുമ്പോഴേക്കും അതിൽ നിന്നും ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് വയറൊന്ന് കൊളുത്തി പിടിക്കുന്നത് പോലെ ഒന്ന് തോന്നുക എന്നുള്ളതാണ്. വയറ് കൊളുത്തി പിടിക്കുക എന്നുള്ളൊരു ഫീല് നമ്മളിപ്പോൾ സാധാരണ നോർമലായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ ജസ്റ്റ് ഇരുന്നിട്ട് ഒന്ന് എഴുന്നേക്കുന്നു, പെട്ടെന്ന് നമ്മളൊന്ന് ധൃതിയിൽ എഴുന്നേക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് ധൃതിക്കൊന്ന് കുമ്പിട്ടിട്ടൊന്ന് നിവരുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേക്കും നമ്മുടെ വയറൊന്ന് പിടിക്കുന്നത് പോലെ ഒരു കൊളുത്തൽ, ഒരു പിടുത്തം അവിടെ നമുക്ക് ആ വയറിന് അവിടെ ഫീൽ ചെയ്യും. ഈ ഒരു ഫീലിങ്സ് ആണ് പലർക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടായത്. ഇതിങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷൻ, ഒരു ഹെൽത്തി ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. എന്നാണോ നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത്
അതിൻ്റെ ഒരു 6 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് നമ്മളിൽ ഉണ്ടാവുന്നത്. നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്നിട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് അറ്റാച്ച് ആകുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ ആ ഒരു സമയത്ത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മുടെ ശരീരത്തിൽ വന്ന് അറ്റാച്ച് ആകുമ്പോൾ നമ്മുടെ യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ടിഷ്യൂസിന് കുറച്ച് മാറ്റങ്ങളുണ്ടാകും. അവിടെ നിന്ന് കുറച്ച് ടിഷ്യൂസ് നഷ്ടമാകും, അല്ലെങ്കിൽ ആ ഒരു ബോഡി ആ ഒരു ഭാഗം ഒന്ന് സ്ട്രെച്ച് ആവുന്നതിനും ഒരു ചേഞ്ചസ് അവിടെ ആ ഒരു ഘടനയിൽ ഒരു വ്യത്യാസം അവിടെ അനുഭവപ്പെടും. ഈ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് മൂലം നമുക്ക് ആ വയറൊന്ന് കൊളുത്തി വലിക്കുന്നതായിട്ട് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷണമാണ് വയറൊന്ന് കൊളുത്തി വലിക്കുന്നതായിട്ട് തോന്നുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ പൊതുവേ 3 തരത്തിലാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത്. ഒന്നുകിൽ നമുക്ക് ലെഫ്റ്റ് ഓവറിയുടെ ഭാഗത്തുണ്ടാകും, അല്ലെങ്കിൽ റൈറ്റ് ഓവറിയുടെ ഭാഗത്തുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് നേരെ ആ ഒരു യൂട്രസിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ പൊക്കിളിന് നേരെ താഴെയുള്ള ഒരു ഭാഗത്ത് നമുക്ക് വേദന അനുഭവപ്പെടും. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത് കൊളുത്തി വലിക്കുന്നത് പോലെയാണ്. അതല്ലാതെ കൊളുത്തി വലിക്കുന്നതല്ലാതെ നമുക്ക് വേറെ 2 രീതിക്കും കൂടി ഈ ഒരു വേദന അനുഭവപ്പെടാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വയറൊന്ന് വലിഞ്ഞു മുറുങ്ങുന്നതായിട്ട് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് വയറിന് അവിടെ ഒന്ന് തുടിപ്പ് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുക. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും നമ്മുടെ കൈയാണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടിച്ചു പോകുന്നത് പോലെ നമുക്ക് തോന്നില്ലേ, ആ ഒരു സെൻസേഷൻ നമുക്ക് ആ ഒരു ഭാഗത്തും ഫീൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.